ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ, അതായത് അടിസ്ഥാന ശാസ്ത്രത്തിലെ എവേ ഫ്രം ഡിസീസസ്, വ്യാധികൾ പടരാതിരിക്കാൻ എന്ന 2ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ ഈ പാഠത്തിലേക്ക് ആദ്യം കടക്കുമ്പോൾ തന്നെ ഒരു കോൺവെർസേഷൻ ആണല്ലോ. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വർ അഫക്റ്റഡ്. Did you read the conversation? നിങ്ങൾ ആ കോൺവെർസേഷൻ വായിച്ചോ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? എന്തുകൊണ്ടായിരിക്കും പനി കുട്ടിക്ക് വരാനുള്ള കാരണം? മോള് പറഞ്ഞിട്ടുണ്ട് അതൊരു വൈറൽ ഫീവറാണ്, അത് പകർച്ചപ്പനിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസസ് ടു അനദർ? നമ്മൾ എങ്ങനെയാണ് ഈ ഡിസീസസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് തടയാൻ? എന്തൊക്കെ പ്രിവെൻസാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ പ്രിവെൻസാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് മാസ്ക് വെച്ച് നടക്കാം, പിന്നെ കൈ നല്ല വാഷ് ചെയ്യുക, പിന്നെ തുമ്മുമ്പോഴൊക്കെ നമ്മളൊരു കർച്ചീഫ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വൈറൽ ഫീവറിന് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? കമ്മ്യൂണിക്കബിൾ എന്നാണെന്ന് വെച്ചാൽ പടരുന്ന രോഗങ്ങളാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾക്ക് അറിയുന്ന ഡിസീസസും അത് കമ്മ്യൂണിക്കബിൾ ആണോ അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ആണോ എന്ന് എഴുതണേ. അപ്പോൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും തരം തിരിച്ച് എഴുതാൻ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ ഡെങ്കു ഫീവർ, ജോണ്ടിസ്, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കോളറ, ട്യൂബർക്യുലോസിസ് എന്നിവയൊക്കെയാണ് കുറച്ച് ഉദാഹരണങ്ങൾ. അതായത് പടരുന്ന രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വെച്ചാൽ ക്യാൻസർ, ഡയബറ്റീസ്, ഹേർട്ട് ഡിസീസസ്, കിഡ്നി സ്റ്റോണ്, ആസ്മ, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് പടരാത്ത രോഗങ്ങൾ. ഇനി നമുക്ക് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് നോക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താ നമ്മൾ പഠിച്ചില്ലേ. ഇനി നമുക്ക് പാൻഡമിക്സ് എന്താ നോക്കാം. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ continents and affect a large number of people, it's called a pandemic. Smallpox, tuberculosis, plague, COVID-19 are some of the pandemics that we have survived. അപ്പോൾ ഈ പാൻഡമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചവ്യാധികൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ ഒരു വലിയ ശതമാനം ആളുകളിലേക്കോ പടർന്നു കഴിഞ്ഞാൽ അതിനെ പാൻഡമിക്സ് അല്ലെങ്കിൽ മഹാമാരി എന്നാണ് പറയുക. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളാണ് സ്മോൾ ബോക്സ്, വസൂരി, ട്യൂബർകുലോസിസ്, പ്ലാഗ്, COVID-19, കൊറോണ. ഇതെല്ലാം ഇതിന് കുറച്ച് ഉദാഹരണമാണ്. ഇതെല്ലാം നമ്മൾ സർവൈവ് ചെയ്ത് വന്നതാണ്. ഇനി നമുക്ക് അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Aren't we more likely to get affected when we come into contact with someone who is sick? നമ്മൾ രോഗമുള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് കാരണമാവുന്നത് എന്താണ്? ക്യാൻ വി സീ ദം? നമുക്കതിനെ കാണാൻ പറ്റുമോ? ഇതിൻ്റെ ഉത്തരം നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കാൻ പോവാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കിയാലോ. പാത്തോജൻസ്, അതായത് രോഗകാരികൾ. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗി that cannot be seen with the naked eyes. They are called pathogens because they cause diseases. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളാണ് ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗി തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ ഇവയാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകർത്തുന്നതും. അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾക്ക് കാരണമാവുന്നതിനാണ് ഇവയെ പാത്തോജൻസ് അല്ലെങ്കിൽ രോഗകാരികൾ എന്ന് പറയുന്നത്. അപ്പം മുകളിൽ കൊടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അവിടെ ഒരു മൈക്രോസ്കോപ്പിക് വ്യൂ കൊടുത്തിട്ടുണ്ട് ബാക്ടീരിയയുടെയും വൈറസിൻ്റെ, അതൊന്ന് നോക്കിയേ. അപ്പം നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണെന്നും പാത്തോജൻസ് എന്താണെന്നും നമ്മൾ പഠിച്ചു.
ഇനി നമ്മൾ ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികൾക്കൊപ്പം എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. Not at all microorganisms are pathogens. There are many beneficial bacteria in our body. They help in digestion and absorption of our food. അതായത് എല്ലാ മൈക്രോ ഓർഗാനിസംസും രോഗകാരികളൊന്നുമല്ല. നമ്മുടെ ബോഡിയിലും ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഇവ നമുക്ക് കുറേ ഉപകാരങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും അതിനെ അബ്സോർബ് ചെയ്യാനും എല്ലാം നമ്മുടെ ഈ ബാക്ടീരിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. There are many instances where microorganisms can be useful to us. Dosha batter is fermented by certain bacteria. Bacteria and fungi break down organic matter and add into the soil. അതായത് നമ്മുടെ ചുറ്റിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം, ദോശമാവ് പുളിപ്പിക്കുന്നതും നമ്മുടെ മണ്ണിൽ ഈ ജൈവാവശിഷ്ടങ്ങൾ ലയിപ്പിക്കുന്നതെല്ലാം ഈ ഫംഗസും ബാക്ടീരിയ എല്ലാമാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് എന്തെല്ലാം ഉപകാരങ്ങളാണ് നമുക്ക് ചെയ്യുന്നതെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിച്ച് വെക്കണേ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇവിടെ ഒരു നീല ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. The world of fungi. We are familiar with the bread mold and black mold found on clothes. They are all fungi. Candida, Cryptococcus and Heptoplasma are some of the fungi that cause diseases to humans. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലും നമ്മുടെ വസ്ത്രത്തിൻ്റെ മുകളിലും ഒക്കെ ഒരു തരം പൂപ്പലുണ്ടാവും. ഇതെല്ലാം ഫംഗസ് ആണ്. അതേപോലെ തന്നെ മനുഷ്യന് രോഗങ്ങൾ പരത്തുന്ന കുറച്ച് ഫംഗസ് ഉണ്ട്. ഉദാഹരണം, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിപ്റ്റോപ്ലാസ്മ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കൂണും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ഫംഗസുകളുടെ നമ്മുടെ ഈ ലോകത്തുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹൗ ഡിസീസസ് സ്പ്രെഡ്. എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത്? അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്? എന്തിനാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഹാൻഡ് കർച്ചീഫിനോണ്ട് നമ്മുടെ മുഖം മറക്കുന്നത്? നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും മറ്റുള്ളവർക്ക് പടരാതിരിക്കാനുമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു വി കീപ് ഫുഡ് ഐറ്റം കവേർഡ്? എന്തിനാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത്? ഈച്ചകളും പ്രാണികളും ഒന്നും അതിൽ വരാതിരിക്കാനും ഭക്ഷണം നല്ല ഹെൽത്തി ആയിരിക്കാനുമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെയെല്ലാമാണ് ഈ സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്നത് എന്ത് ഫ്ലോ ചാർട്ടായിട്ട് ക്രമീകരിച്ചതാണ്. അപ്പം നമുക്ക് ആ ഫ്ലോ ചാർട്ട് നോക്കാം. അപ്പം ഈ മൈക്രോ ഓർഗാനിസംസ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് രണ്ട് വഴികളിലൂടെയാണ് കയറുന്നത്. ഒന്ന് നോട്ട് ത്രൂ വെക്ടേഴ്സും ത്രൂ വെക്ടേഴ്സും, രോഗവാഹകരിൽ നിന്നും അല്ലാതെയും. അപ്പം നമ്മൾ ആദ്യം നോട്ട് ത്രൂ വെക്ടേഴ്സ്, രോഗവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയെല്ലാമാണ് ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് നോക്കാം. 3 വഴികളിലൂടെയാണ് രോഗം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഒന്ന് ത്രൂ സോയിലും, 2 ത്രൂ എയറും, 3 ത്രൂ വാട്ടർ ആൻഡ് ഫുഡും. അപ്പം ഒന്ന് മണ്ണിലൂടെയും ഒന്ന് എയറിലൂടെയും ഒന്ന് വാട്ടറും ഫുഡിലും വഴിയുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് രോഗം പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ഏതൊക്കെ രോഗങ്ങളാണ് മണ്ണിലൂടെയും ജലത്തിലൂടെയും വായിലൂടെയൊക്കെ പകരുന്നത് എന്ന്. അപ്പം മണ്ണിലൂടെ പകരുന്നത് വോം ഡിസീസും ടെറ്റനസും ആണ്. അതേപോലെ എയറിൽ പകരുന്നത് ട്യൂബർക്യുലോസിസും ചിക്കൻ പോക്സുമാണ്. ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരുന്നത് ടൈഫോയിഡും ജോണ്ടിസുമാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ത്രൂ വെക്ടേഴ്സ്, രോഗവാഹകരിലൂടെ എങ്ങനെയെല്ലാമാണ് രോഗം പകരുന്നത് നോക്കാം. അപ്പം രോഗവാഹകരിലൂടെ 4 തരത്തിലാണ് രോഗം പകരുന്നത്. ഒന്ന് മോസ്കിറ്റോ വഴിയും, ഒന്ന് ഹൗസ് ഫ്ലൈ വഴിയും, 2 ഹ്യൂമൻസ് വഴിയും ബേർഡ്സ് വഴിയുമാണ് പകരുന്നത്. അപ്പോൾ ഈ കൊതുകും ഈച്ചയും മനുഷ്യനും പക്ഷികളും
ഏതൊക്കെ രോഗങ്ങളാണ് പകർത്തുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ കൊതുക് പകർത്തുന്നത് ഡെങ്കു, മലേറിയ, ചിക്കൻ ബോക്സ് എന്നിവയാണ്. അതേപോലെ ഹൗസ് ഫ്ലൈ ഈച്ച പകർത്തുന്നത് കോളറ, ഡയറിയ പോലുള്ള അസുഖങ്ങളാണ്. മനുഷ്യൻ പകർത്തുന്നത് ലെപ്രസി, കൺജക്റ്റീവ്സ്, അതായത് കുഷ്ഠം, ചെങ്കണ്ണ് പോലുള്ളവ. അതേപോലെ തന്നെ പക്ഷികൾ പകർത്തുന്നത് പക്ഷിപ്പനി, ബേർഡ് ഫ്ലൂ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫ്ലോ ചാർട്ടിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നൊരു ചെറിയൊരു ഫ്ലോ ചാർട്ടാണ്. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഭാഗം പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.